അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 വന്നിട്ടുള്ള ഫുൾ ടൈം UPSന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, തതാലഖു കലിമത്ത് സുൻബൂർ ബി ഡാഷ്. അതായത് സുൻബൂർ എന്നുള്ള പദം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അത്തുയൂർ, ഓപ്ഷൻ ബി അൽമാവ്, ഓപ്ഷൻ സി അൽ ഹഷറാത്ത് ആൻഡ് ഓപ്ഷൻ ഡി അൽ ഹലറവാത്ത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കെലിമത്ത് സുൻബൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പാണ്. അപ്പൊ ഈ ടാപ്പ് എന്നുള്ളത് എന്താണ്? അത് ബന്ധപ്പെട്ടിരിക്കുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എ തുയൂർ, പിന്നെ ഓപ്ഷൻ സി ഹഷറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസെക്ട്സ് ആണ്, പ്രാണികൾക്കാണ് ഹഷറാത്ത് എന്ന് പറയാ. അറിയാത്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിക്കോട്ടെ, നോട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ആ 9th ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം എന്താണ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്. അതായത് കഴിഞ്ഞ വർഷം ഈ വർഷവുമായിട്ട് കംപ്ലീറ്റ് 1 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം മാറിയത് ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള, അതായത് 1, 3, 5, 7, 9 ഈ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കാണ് കഴിഞ്ഞ വർഷം മാറിയത്. ഓക്കെ, കഴിഞ്ഞ വർഷം ആ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വർഷം എന്താണ്, ഈവൻ നമ്പേഴ്സിലെ ആ ടെക്സ്റ്റ് ബുക്കുകൾ കംപ്ലീറ്റ് മാറി. അതായത് 2, 4, 6, 8, 10 ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കുകൾ മാറിയത്. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള 9th ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ യൂണിറ്റിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, ഖത്തറാത്തുൻ തെൽമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമ ഉണ്ട്. അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെന്താണ്, ഒരു കോർട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഡ്രാമയാണ്. അപ്പോൾ അതിൽ എന്താണ്, ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡ്രാമയാണ്. അപ്പൊ അതിൽ ഉള്ളൊരു എന്താണ്, ഒരു ക്യാരക്ടറാണ് ഈ ഒരു സുൻബൂർ. അത് ഒന്നാം സാക്ഷിയായിട്ടാണ് ഇതിൽ സുൻബൂർ വരുന്നത്. ഒരു വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ ഒക്കെ കുറിച്ച് പറയുന്ന ഒരു ഡ്രാമയാണ്. അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ക്ലിയർ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഖ്തർ അൽ ജുംലൽ ഖാത്തിയ, അതായത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇതിൽ നിന്നും തെരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ അല്ലിമുൽ ബനാത്തി ജയ്യിദൻ ഹുന്ന ഉമ്മഹാത്തുൽ ജീലിൽ ജദീദ്. ഓപ്ഷൻ ബി നാലത്ത് തവക്കുൽ കർമാൻ ജായിസത്ത് നോബൽ ലിൽ അദബ്. ഓപ്ഷൻ സി ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ആൻഡ് ഓപ്ഷൻ ഡി അത്വബീബു ഖാബലനി. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യന്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറിയിട്ടുണ്ട്, പക്ഷെ പഴയ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനിതിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അഥവാ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടും, അതുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തിയത്. അതിൽ എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിൽ നമുക്കറിയുമ്പോൾ 8ാം ക്ലാസ്സിൽ ആ ഒരു 8ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ജായിസത്ത് നോബൽ. അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്, ജായിസത്ത് നോബൽ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്, തവക്കുൽ അബ്ദുസലാം കർമാനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരെന്താണ്, നോബൽ ജേതാവാണ്. അപ്പം അവർക്ക് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെയൊക്കെ വളരെ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെയാണ് ഇതിന്റെ തെറ്റ്, ലിൽ അദബ്. ഓക്കെ, അതായത് ഇവിടെ സാഹിത്യത്തിനല്ല തവക്കുൽ കർമാന് നോബൽ പ്രൈസ് കിട്ടിയത്, മറിച്ച് എന്താണ്, സമാധാനത്തിനാണ്, ലിസ്സലാമാണ്. ഓക്കെ, അതാണ് ഇവിടെ മിസ്റ്റേക്ക് ഉള്ളത്. അപ്പം അത് നിങ്ങൾ നോട്ട് ചെയ്യണം. നാലത്ത് തവക്കുൽ കർമാൻ ജായിസത്ത് നോബൽ ലിസ്സലാമാണ്, പീസ്, സമാധാനത്തിനാണ് ആ ഒരു നോബൽ പ്രൈസ് കിട്ടിയത്. അത് കിട്ടിയത് 2011-ലാണ്. ഓക്കെ, അത് നോട്ട് ചെയ്യണം. 2011-ലാണ് തവക്കുൽ കർമാന് നോബൽ പ്രൈസ് സമാധാനത്തിന് ലഭിക്കുന്നത്. ഓക്കെ, നമ്മൾ തവക്കുൽ കർമാനെ പറയുകയാണെങ്കിൽ അവരെന്താണ്, യമാനിയത്തുൽ ജിൻസിയാണ്, യമൻകാരിയാണ്. അവരുടെ നാഷണാലിറ്റി യമനിയാണ്. ഓക്കെ, പിന്നെ ഒരു ജേർണലിസ്റ്റ് ആണ്, അതുപോലെ തന്നെ എഴുത്തുകാരിയൊക്കെയാണ് തവക്കുൽ കർമാന്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ തെറ്റായതുള്ളത്. ഓക്കെ, ബാക്കി 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അതിൽ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഫത്താത്തുൽ അസ്ർ എന്നുള്ള ഒരു കവിതയുണ്ട് ഈ ഒരു യൂണിറ്റിൽ തന്നെ. 8ാം ക്ലാസ്സിലെ ഈ ഒരു യൂണിറ്റിൽ തന്നെ, ആ സെയിം യൂണിറ്റിൽ തന്നെയുള്ള മറ്റൊരു കവിതയാണ് ഫത്താത്തുൽ അസ്ർ. ആ ഒരു കവിതയിലെ ആശയമാണിത്.
ഓക്കെ. അല്ലിമുൽ ബനാത്തി ജയ്യിദൻ ഹുന്ന ഉമ്മഹാത്തുൽ ജീലിൽ ജദീദ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ നല്ലത് പഠിപ്പിച്ചു കൊടുക്കൂ. ഹുന്ന ഉമ്മഹാത്തുൽ ജീലിൽ ജദീദ്. പുതിയ തലമുറയുടെ ഉമ്മമാരാണ് അവർ. അപ്പൊ അവർക്ക് എന്താണ് നല്ലത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു കവിതയിലുള്ളത്. ഒരുപാട് നല്ല നല്ല ആശയങ്ങളുള്ള ഒരു കവിതയാണ് ഫത്താത്തുൽ അസ്ർ. അത് എഴുതിയത് മുഹമ്മദ് അദ്ദബലാണ്. മുഹമ്മദ് അദ്ദബൽ എഴുതിയിട്ടുള്ള കവിതയാണ് ഫത്താത്തുൽ അസ്ർ. അറിയാത്തവർ നോട്ട് ചെയ്യണം. ഓക്കെ. ഇനി ഈ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇപ്പം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഈ എന്താണ് നിശ്ചയമായ എന്താണ് മുഅ്മിനീങ്ങളൊക്കെ എന്താണ് സഹോദരങ്ങളാണ്. ഇത് ഖുറാനിലുള്ള ഒരു ആയത്താണ് അല്ലെ, ഒരു ആയത്തിന്റെ ഒരു തുടക്കമാണ്. പിന്നെ അത്തൊബീബു കാബലനി, എന്താണ് ഡോക്ടർ എന്താണ് എന്നെ കണ്ടു. അപ്പൊ അതൊന്നും എന്താണ് നമുക്ക് ഇപ്പം ഇതിലൊന്നും നമുക്കൊരു മിസ്റ്റേക്ക് കണ്ടെത്താൻ പറ്റൂല. അപ്പൊ ഈ ഒരു എന്താണ് ഈ ഒരു സെന്റൻസ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ പൊതുവെ തവക്കുൽ കർമാനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ബേസിക് വരാറുള്ളതാണ്. അപ്പൊ ആരും പെട്ടെന്ന് അങ്ങനെ ജയസത്തിന് നോവലും കാണുമ്പോൾ പെട്ടെന്ന് ഒരു തെറ്റാന്ന് മനസ്സിലാക്കുമല്ലോ. പക്ഷെ ഇവിടെയാണ് ഇതിന്റെ ഒരു തെറ്റുള്ളത്. ലിസ്സലാം ആണ്, ലിൽ അദബല്ല. ഓക്കെ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാതാ അറാദ ഷാഇറു ബിസ്സത്തർ. ഈ ഒരു വരിയിൽ എന്താണ് കവി ഉദ്ദേശിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. നമുക്കാദ്യം കവിത ആ ഒരു വരി നമുക്ക് വായിച്ചു നോക്കാം. സാഫിർ തജിദ് ഇവലൻ അമ്മൻ തുഫാരിഖുഹു വൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസ്വബി. ഓക്കെ. നമുക്കതിന്റെ ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. സാഫിർ, നീ യാത്ര ചെയ്യണം. തെജിദ് ഇവലൻ അമ്മൻ തുഫാരിഖുഹു. അപ്പൊ എന്താണ്, നീ യാത്ര ചെയ്താൽ എന്താണ് നിനക്ക് ഒരു പകരത്തെ നിനക്ക് കണ്ടെത്താൻ കഴിയും. അമ്മൻ തുഫാരിഖുഹു, അതായത് ആരെയാണോ ഉപേക്ഷിച്ചു പോയത് അവർക്ക് പകരക്കാരായ ആള് നിനക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് കവി പറയുന്നത്. ഓക്കെ. ഇനിയോ വൻ സബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസ്വബി. വൻ സബ്, നീ എന്ത് ചെയ്യണം, നീ അധ്വാനിക്കണം. ഫഇന്ന ലദീദൽ ഐശി ഫിന്നസ്വബി, നിശ്ചയമായും ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് അധ്വാനത്തിലാണ്. ഫിന്നസ്വബ്, അധ്വാനത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ അധ്വാനിക്കണം എന്നാണ് കവി പറയുന്നത്. ഇനി എന്താണ് കവി ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഏതാണ് എന്നുള്ളത്. ഓപ്ഷൻ എ അത്തഹ്രീറു അല സഫർ. ഓപ്ഷൻ ബി അത്തശ്യു അല കസ്ബിൽ മാൽ. ഓപ്ഷൻ സി അത്തൻബിഹു ബി ഖത്തൂറത്തി ദിഹ്ല. ആൻഡ് ഓപ്ഷൻ ഡി അത്തൻഫീറു മിൻ തലബിൽ ഇൽമ്. ഓക്കെ. ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ എന്താണ്, അത്തഹ്രീറു അല സഫർ ആണ് അല്ലെ, യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഓപ്ഷൻ ബി അത്തശ്യു അല കസ്ബിൽ മാൽ, അതായത് അവിടെ എന്താണ് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി ഓപ്ഷൻ സി അത്തൻബിഹു ബി ഖത്തൂറത്തി ദിഹ്ല, യാത്രയുടെ അപകടങ്ങളെ കുറിച്ചിട്ട് എന്താണ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി അത്തൻഫീറു മിൻ തൊലബിൽ ഇൽമ്, അറിവ് തേടുന്നതിൽ നിന്ന് ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്നു. ഓക്കെ, നിരുത്സാഹപ്പെടുത്തുക, തൻഫീറിന് നിരുത്സാഹപ്പെടുത്തുക. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് നമുക്കറിയാം, യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണല്ലേ ചെയ്യുന്നത് കവി. അപ്പം എന്താണ് ഈ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അത്തഹ്രീർ അല സഫർ ആണ് കറക്റ്റ് ആൻസർ. യാത്ര ചെയ്യാനാണ് ഇവിടെ കവി പ്രേരിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു വരികൾ എന്താണ്, ഇമാം ഷാഫി റഹിമയുടെ പ്രശസ്തമായിട്ടുള്ള വരികളാണിത്. ഓക്കെ. അപ്പൊ ഇത് പൊതുവെ ക്വസ്റ്റ്യന് വരാറുള്ളതാണ്. ഇതിൽ അദ്ദേഹം എന്താണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താണ് ഒരു പാഠത്തിന്റെ ശേഷം എന്താണ് ഇങ്ങനെ ഇമാം ഷാഫി റഹിമയുടെ 4 വരികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 വരികൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വരിയാണ് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ വന്നത്. മറ്റൊരു വരിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിന് ബാക്കി വരി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ക്ലിയർ. പലപ്പോഴും ഇതിലിപ്പം എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ചില സമയത്ത് ഇത് ആരുടെ വരികളാണ് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം ഇമാം ഷാഫി റഹിമയുടെ വരികളാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, മാ ജംഉ കലിമത്തു സൂസ്. സൂസ് എന്ന പദത്തിന്റെ ജം എന്താണ്? ഓപ്ഷൻ എ സൊവാസി. ഓപ്ഷൻ ബി സ്വീസാൻ. ഓപ്ഷൻ സി സൊവായിസ്. ആൻഡ് ഓപ്ഷൻ ഡി സ്വിയാസി. അപ്പൊ സൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോഴിക്കുഞ്ഞിനാണ് നമ്മൾ സൂസ് എന്ന് പറയാ. നമുക്ക് ആൻസർ നോക്കാം. അതിന്റെ ജം എന്താണ്, സ്വീസാൻ എന്നാണ്. സ്വീസാൻ എന്നാണ് സൂസിന്റെ ജം. സൂസ് എന്ന് പറഞ്ഞാൽ കോഴിക്കുഞ്ഞാണ്. അതിന്റെ ജം സ്വീസാൻ ആണ്. ഇത് 6ാം ക്ലാസ്സിൽ, അതായത് പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പൊ സൂസ് എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമ്പ്രിഹെൻഷന്റെ ഭാഗത്ത് വന്നതാണ്. പക്ഷെ സൂസ് എന്നുള്ളതും
ഓക്കെ, ആ ഒരു പാഠഭാഗത്ത് പറയുന്നുണ്ട് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഉമർ സാനി ഖലീഫ മിൽ ഖുലഫായി ഡാഷ്. ഉമർ സാനി ഖലീഫ മിൽ ഖുലഫായി. ഓപ്ഷൻ എ അർ റാഷിദീൻ, ഓപ്ഷൻ ബി അൽ ഉമവിയീൻ, ഓപ്ഷൻ സി അൽ ഫാത്തിമിയീൻ ആൻഡ് ഓപ്ഷൻ ഡി അൽ ഹാഷിമിയീൻ. ഏത് കാലഘട്ടത്തിലെ ഏത് ഇതിലെ ഖലീഫയാണ് ഉമർ സാനി എന്നുള്ളതാണ്. ഉമർ സാനി ആരാന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കറിയാം ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് ഉമർ സാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഖുലഫാൽ ഉമവിയിൽ പെട്ടതാണ്. ഓക്കെ, ഖുലഫാൽ ഉമവിയിൽ പെട്ടതാണ് ഉമർ സാനി. ഒരുപാട് നല്ല ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പാഠം 6ാം ക്ലാസ്സിലെ, അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ള പഴയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ബസാത്തത്തിൽ ആയിഷ്, ആ ഒരു ജീവിതത്തിലെ ആ ഒരു സിംപ്ലിസിറ്റിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കഥയൊക്കെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു അദ്ദേഹത്തിന്റെ തർജുമത്തുൽ ഹയാത്ത് പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അതിൽ പറയുന്നുണ്ട് അദ്ദേഹം എന്താണ് ഉമർ സാനി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്താണ് ഒരു ഉമവി ഖലീഫയായിരുന്നു. ഒരുപാട് നല്ല നല്ല പരിഷ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഉമർ സാനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, തൗസിഉ മുഖ്തസറു എആർ ഫിൽ അറബിയ. എആർ എന്നുള്ള ഈ ഒരു ഷോർട്ട് ഫോമിന്റെ അത് എന്താണ്, അതിന്റെ എന്താ ഫുൾ ഫോം ഏതാണ്, അറബിയിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അഷ്അത്തുൽ അഖ്മാർ സിനാഇയ, ഓപ്ഷൻ ബി ഇദാഅത്ത് ഉമൂമുൽ ഹിന്ദ്, ഓപ്ഷൻ സി മർസദുൽ ഹവ വത്തഖസ് ആൻഡ് ഓപ്ഷൻ ഡി ഹൈഅത്തു ത്വയ്റാൻ അൽ ഹിന്ദിയ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അപ്പൊ നമുക്കറിയാം AR എന്ന് പറയുന്ന ഓൾ ഇന്ത്യ റേഡിയോനാണ്. അപ്പം അതിൽ എന്താ കറക്റ്റ് ആൻസർ വരെ ഇദാഅത്ത് ഉമൂമുൽ ഹിന്ദാണ്. ഓൾ ഇന്ത്യ റേഡിയോ എന്നുള്ളതിന്റെ എന്താ ഫുൾ ഫോം, അതായത് അതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്, ഇദാഅത്ത് ഉമൂമുൽ ഹിന്ദ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് +2ലെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. +2ലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ LPS ആവട്ടെ UPS ആവട്ടെ, അതിന് നമ്മൾ വെറും LPയിലെയും UPയിലെയും ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാൽ പോരാ. നേരെ മറിച്ച് നമ്മൾ 1 മുതൽ +2 വരെയുള്ള കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ ഹാൻഡ് ബുക്ക് നമ്മൾ നോക്കണം. ഈ രണ്ട് ഹാൻഡ് ബുക്കിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു UPSന് വന്ന +2 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഇവർക്ക് മുഹിദ്ദീൻ ആലുവയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അബ്കരിയുൻ മിൻ അബ്നായി കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ, ഒരു യൂണിറ്റിൽ, ഒരു ചാപ്റ്ററിൽ 1ാമത്തെ യൂണിറ്റിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിലെന്താണ് ദക്തൂർ മുഹിദ്ദീൻ ആലുവയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിൽ ഒരു സൈഡിൽ എന്താണ് അദ്ദേഹത്തിന്റെ മനാസിബുകൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം എന്താണ് മുദിയോൺ ഫി ഇദാഅത്തി ഉമൂമിൽ ഹിന്ദ് എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കൊടുത്തത് ഉസ്താദ് ഫി കുല്ലിയത്ത് റൗദത്തുൽ ഉലൂമാണ്. റൗദത്തുൽ ഉലൂം അറബിക് കോളേജിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. അങ്ങനെ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം മിസ്സുല്ല ജാമിൽ അസ്ഹറിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അതിൽ കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് മുദിയോൺ ഫി ഇദാഅത്തി ഉമൂമിൽ ഹിന്ദ് എന്നുള്ളത്. എന്നിട്ട് AIR എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഓൾ ഇന്ത്യ റേഡിയോക്കാണ് ഇദാഅത്ത് ഉമൂമിൽ ഹിന്ദ് എന്നുള്ളത്. അപ്പൊ ഇത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, ഈ ഒരു +2ലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, الدعوة الإسلامية وتطوراتها في شبه القارة الهندية. هذا عنوان رسالة قدمه في كلية أصول الدين بجامعة الأزهر. اوبشن A الدكتور محمد علي شهاب، اوبشن B الدكتور محي الدين آلواي، اوبشن C أبو الحسن علي الندوي and اوبشن D الدكتور محمد حسن. ഓക്കെ, അപ്പൊ ഇത് ആരുടെ തിസിസ് ആണ്, PhD തിസിസ് ആണ് എന്നുള്ളതാണ്. അദ്ദഅവത്തുൽ ഇസ്ലാമിയ തതവ്വുറാത്തിഹ ഫി ശിബിൽ ഖാറത്തിൽ ഹിന്ദിയ എന്നുള്ളത് എന്താണ് ജാമിയത്തുൽ അസ്ഹറിലെ ഉസൂലുദ്ദീൻ കോളേജിൽ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആരുടേതാണെന്നുള്ളതാണ്. ഇത് പൊതുവെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ നമ്മളിപ്പോൾ ഇന്തോ അറബിക്കിലൊക്കെ പഠിക്കുന്നതാണ് മുഹിദ്ദീൻ ആലുവായെ കുറിച്ചിട്ട്. അപ്പൊ അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദഅവത്തുൽ ഇസ്ലാമിയ തതവ്വുറാത്തിഹ ഫി ശിബിൽ ഖാറത്തിൽ ഹിന്ദിയ എന്നുള്ളത് അദ്ദേഹത്തിന്റെ റിസാലയുടെ ഒൻവാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇതെന്താണ്, ഇതും +2ലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണ്. ഞാൻ നേരത്തെ AR പറഞ്ഞ പോലെ തന്നെ ആ സെയിം ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്തോ അറബിക്കിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച ഒരാൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തർജമ അറബിയ സ്വഹീഹ ലി കലിമത്തി ബ്രോഷ്യർ. ബ്രോഷ്യർ എന്ന വാക്കിന്റെ കറക്റ്റ് അറബി പദം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അന്നഷ്റ, ഓപ്ഷൻ ബി അൽ ഇദാ, ഓപ്ഷൻ സി അൽ ഫാത്തൂറ, ഓപ്ഷൻ ഡി അഷരീഹ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ അന്നഷ്റ എന്നാണ് നമ്മൾ ബ്രോഷ്യറിന് പറയാ, അന്നഷ്റ. ഓക്കെ, അന്നഷ്റ എന്നുള്ളതാണ് ബ്രോഷ്യറിന് പറയാ, അറബിയിൽ പറയുന്ന പേരാണ് അന്നഷ്റ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതും പ്ലസ് 2 ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. അതായത് പ്ലസ് 2 ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു യൂണിറ്റിൽ തന്നെ എന്താണ് ഇതിൽ കേരളത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കേരളം അതിന്റെ മനോഹാരിതയെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഒരു കേരള വനിയാമില്ലാഹില്ലത്തി ലാ തുഹ്സ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു യൂണിറ്റിലെ ആ ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ ഉള്ളതാണ്. അതിൽ കേരളത്തിലെ വ്യത്യസ്ത ടൂറിസ്റ്റ് സ്പോട്ടുകളെ കുറിച്ചിട്ടും അവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു പാഠത്തു നിന്നുള്ള ഭാഗമൊന്നുമല്ല, അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് എന്താണ് ഒരു വർക്ക് കൊടുക്കുന്നുണ്ട്. നക്രോ അന്നഷ്ര അത്താലിയ വന താറഫു ബിഹ, അതായത് താഴെ അവർക്ക് എന്താണ് ഒരു ബ്രോഷർ കൊടുത്തിട്ട് എന്താണ് അത് വായിച്ചിട്ട് എന്താണ് അത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പൊ അതിലെന്താണ് നക്രോ അന്നഷ്ര എന്ന് കൊടുത്തിട്ട് ബ്രോഷർ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്, കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. വെറും പാഠങ്ങൾ മാത്രം വായിച്ചു പോയാൽ പോരാ, വർക്കുകൾ, അതുപോലെ തന്നെ ഇപ്പൊ കവികൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കവിതയാണ് പഠിക്കുന്നെങ്കിൽ ആ കവിതയുടെ ആശയം പഠിക്കണം, അതിലെ കവിയെ കുറിച്ച് പഠിക്കണം, അവരുടെ വർക്കുകൾ പഠിക്കണം. ഈ ഒരു രീതിയിലാണ് പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഒരു പ്ലസ് 2 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.